ഇപ്പോൾ അവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകൻ ഷഹബാസ് ചേരുന്നുണ്ട്. ഷഹബാസ്, ഇപ്പോൾ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ലെന്ന് തോന്നുന്നു. കാലാവസ്ഥ പ്രശ്നമുണ്ട്, മറ്റൊന്നും നമുക്കറിയില്ല. നമ്മൾ ഒരു അപകടത്തിലേക്ക് പോകണ്ട എന്നൊക്കെയുള്ള മുൻകരുതലിന്റെ ഭാഗമായിരിക്കും രാത്രിയിലുള്ള തെരച്ചിൽ പ്രയാസകരമാണ്. പക്ഷെ രാവിലെ എങ്ങനെയായിരിക്കും, ഏത് ഭാഗത്താണ് കൂടുതൽ തെരച്ചിൽ നടത്തുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്? ഇന്ന് വൈകുന്നേരം ഞങ്ങൾ നിർത്തി പോകുന്നത് 2 ബോഡികൾ അവിടെ കണ്ടതിന് ശേഷമാണ്. അതുപോലെ അവിടെ വീടുകൾക്ക് മുകളിലൊക്കെ ഇടിഞ്ഞു തന്നിട്ട് അതിന്റെ ഉള്ളിലൊക്കെ ആളുകളുണ്ട്. അപ്പൊ രാവിലത്തെ ഓപ്പറേഷൻ ഞങ്ങൾ ഇന്നലെ നിർത്തി അവിടുന്നായിരിക്കും നാളെ രാവിലെ തുടങ്ങാം. അത് ഏത് ഭാഗത്താണ്? അത് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കുറച്ച് മുകളിലേക്ക് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു റിസോർട്ടിന്റെ ഉള്ളില് 2-3 ആള് കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ യാതൊരു വഴിയില്ല. നാളെ ആയിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാളെ പകൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. കാരണം അവർ അവിടെ സേഫ് ആണ്, പക്ഷെ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റൂല, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റൂല. നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട പണിയായിരിക്കും രാവിലെ. ഈ ചൂരൽമലയിൽ എല്ലാ തെരച്ചിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാളെ എങ്ങനെ 2 സംഘമായിട്ടാണോ, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞങ്ങളിന്ന് വർക്ക് ചെയ്തിരുന്നത് മിലിറ്ററി ഉണ്ട്, നേവി ഉണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, അതുപോലെ തന്നെ പ്രദേശവാസികളും IRW ചേർന്നാണ് ഇന്നത്തെ ഓപ്പറേഷൻ നടന്നത്. നാളെയും അതുപോലെ സർക്കാർ മിഷണറികളോട് യോജിച്ച് തന്നെയായിരിക്കും തെരച്ചിൽ നടത്തുക. ഈ മുണ്ടക്കൈയിലേക്ക് പോകുന്നത് വളരെ ദുഷ്കരമാണ്. അപ്പം എങ്ങനെയാണ് അങ്ങോട്ട് എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്? ഇന്ന് രാവിലെ ഞങ്ങൾ 5:30 അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ 4 മണി 5 മണിയോട് കൂടിയിട്ടാണ് ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയത്. കാരണം റോഡില്ല, അതുപോലെ തന്നെ ഒരു സംവിധാനം പോകാനില്ല. അപ്പൊ വെള്ളത്തിന് ഭയങ്കര കുത്തൊഴുക്കും. അങ്ങനെ മരമൊക്കെ തടസ്സപ്പെടുത്തി, അതുപോലെ തന്നെ കയറ് കെട്ടി ഒരുപാട് ദൂരെ ചുറ്റി വളഞ്ഞാണ് ഞങ്ങൾ ഈ സ്പോട്ടിലേക്ക് എത്തിയത്. ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തുമ്പോൾ തന്നെ 4:30-5 മണിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു 16 ബോഡി എടുത്ത് ഞങ്ങൾ അവിടെ അവിടെ ഒരു ലയത്തിന്റെ ഉള്ളിലാക്കി അതിപ്പോ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടുതൽ ഈ പ്രദേശവാസികൾ തന്നെ പറയുന്നു കൂടുതൽ ഡെഡ് ബോഡി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വീടുകളിലൊക്കെ കുടുങ്ങിയ ആളുകളൊക്കെ ഉണ്ടെന്നൊക്കെ. തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ഉണ്ട്. അത് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ എക്യുപ്മെന്റ് അത്യാവശ്യമാണ്. കോൺക്രീറ്റ് പൊട്ടിക്കാനുള്ള സംവിധാനം, അതുപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലേ ഇനി നാളത്തെ ഓപ്പറേഷൻ വിജയകരമാവുള്ളൂ. പക്ഷെ ഈ യന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നല്ല പ്രയാസമാണ്. കാരണം വലിയ വലിയ ബോളറുകൾ, ഒരു 10 ടൺ 20 ടണ്ണൊക്കെ വലിയ വലിയ ബോളറുകളാണ്. ആ സ്ഥലത്തേക്ക് മെഷീനറികൾ, അതായത് JCB, ഇറ്റാച്ചി പോലത്തെ യന്ത്രങ്ങൾ എത്തിക്കാൻ നല്ല പ്രയാസമുണ്ട്. ഇതിപ്പം ആശുപത്രിയിലേക്ക് മാറ്റിയ ആളുകളുടെ ഒക്കെ അവസ്ഥ എന്താണ് അറിയുന്നത്? അതായത് ഞങ്ങൾ ഇന്ന് അവിടെ എത്തി 4:30-5 മണിയായപ്പോ അവിടുന്ന് അവിടെ ഒരു ക്യാമ്പ്, മദ്രസിന്റെ ഉള്ളിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലുള്ള ആളുകളെ കംപ്ലീറ്റ് കാഷ്വാലിറ്റി അവരെ ഹോസ്പിറ്റലിലേക്കും പരിക്കുകളൊന്നും ഇല്ലാത്തവരെ ക്യാമ്പിലേക്കും മാറ്റുകയാണ് ആദ്യം ചെയ്തത്. മരിച്ച ബോഡികൾക്ക് പിന്നീടാണ്, മരിച്ച ബോഡികൾ അവിടെ വെച്ചിട്ട് പിന്നീടാണ് അവർ കൊടുക്കുന്നത്. ആദ്യം കാഷ്വാലിറ്റിയാണ് നമ്മൾ ഇക്കരക്ക് എത്തിച്ചത്. അത് ഇക്കരക്ക് എത്തിക്കാൻ ഒരു പാലം താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതിനു ശേഷം അതുപോലെ റോപ്പ് വേയിലൂടെ മാത്രമാണ് ഈ ബോഡികളൊക്കെ കൊണ്ടുവരുന്നത്. ദുഷ്കരാണ് അങ്ങോട്ട് ഉള്ള യാത്ര. നാളെ എന്തെങ്കിലും സംവിധാനം കണ്ടെത്തി റോഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്തിയിട്ടായിരിക്കും പോകാൻ കഴിയുക. ഓക്കെ, ഇപ്പൊ അവിടെ ആളുകൾ നോക്കുന്നുണ്ടല്ലേ? കാരണം നോക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഞങ്ങൾ 4:30-5 മണി 5:30 പോരുമ്പോ തന്നെ അവിടെ കോടമഞ്ഞ് മൂടിയിട്ടുണ്ട്. ഒന്നും ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല, സ്ഥലത്തിന്റെ പരിചയമില്ല. ആ പ്രദേശവാസികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ തെരച്ചിൽ നടത്താൻ പറ്റുള്ളൂ. മാത്രമല്ല ഈ ഉരുൾപൊട്ടി വരുന്ന ഭാഗം നമുക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ 10 അടി 20 അടി താഴത്തിലേക്ക് പോകും. മുകളിൽ കല്ലും മണ്ണും അടിഞ്ഞു കിടക്കും. നമ്മൾ ഉറപ്പുള്ള ഭൂമിയാന്ന് വിചാരിച്ച് ചവിട്ടുമ്പോൾ നമ്മളടക്കം താന്നു പോകും. നമ്മളെ കൂട്ടത്തിൽ NDRF ഫോഴ്സിന്റെ ആളുകളൊക്കെ താന്നു പോയിട്ട് എല്ലാരും കൂടി വലിച്ചെടുക്കലാണ്. അപ്പൊ വളരെ പ്രയാസകരമായ ദുർഘടമായിട്ടൊരു ഓപ്പറേഷനാണ് ഇന്ന് നടത്തിയത്. ഷഹബാസ്, ഇതിൽ ഏറ്റവും വെല്ലുവിളി നമുക്കറിയാം ഈ മഴ തന്നെയാണ്. ഭയങ്കര മോശം കാലാവസ്ഥയാണ്. പക്ഷേ ഈ മഴ മൂലം വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. അതായത് നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നേരത്തെ ഇപ്പോൾ വൈകുന്നേരം മറ്റൊരു ഉരുൾപൊട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അത് മഴ കാരണം ഒഴുകി വരുന്ന വെള്ളമാണല്ലോ അല്ലേ? അതെ, മഴ ഈ പരിസരത്ത് മഴ പെയ്തില്ലെങ്കിലും കാട്ടിൽ എവിടെയെങ്കിലും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കലക്കവെള്ളം വരുന്നതാണ്. ചിലപ്പോൾ അതിശക്തിയായിട്ട് ഒഴുക്കുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നിൽക്കും. അങ്ങനെ ഒരു വേലിയേറ്റം കാണുന്നുണ്ട് അവിടെ. ഓക്കെ, ഈ നേരത്തെയൊക്കെ ഈ അക്കരെയുള്ള ആളുകളെ, അതായത് പ്രത്യേകിച്ച് മൃതദേഹങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഈ പാലം സംവിധാനം വന്നത് കുറച്ചുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഹെൽപ്പായിട്ടുണ്ടാവും. പക്ഷേ മുഴുവൻ ആളുകളെയും എത്തിച്ചു കഴിഞ്ഞോ ഈ സൈഡിലേക്ക്? പാലം ഫയർഫോഴ്സിന്റെ ഒരു കോണി, ഒരു ലാഡർ ഉണ്ടായിരുന്നു. അതും അതിന്റെ മുകളിൽ പലയൊക്കെ ഇട്ടിട്ടാണ്
പിന്നെ പാലം താൽക്കാലികമായി സംഘടിപ്പിച്ചത്. അപ്പൊ അതിന്റെ മുകളിലാണ് കംപ്ലീറ്റ് അവിടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നതും ഈ പിന്നെ അവിടെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരുപാട് സ്ത്രീകളും കുട്ടികളും രോഗികളും വൃദ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അവരെ രക്ഷപ്പെടുത്തിയത്. ഇപ്പൊ സ്ഥലത്ത് മാത്രമല്ലാതെ ഷഹബാസ്, ഈ ചാലിയാറിൽ നിന്നൊക്കെ ഡെഡ് ബോഡി കിട്ടിയത് കൊണ്ടേ അങ്ങോട്ടൊക്കെ ഉള്ള പരിശോധന എങ്ങനെയാണ്? ഈ വനമേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലും ഒക്കെ പരിശോധന ഈ ടീം തന്നെയാണോ? സന്നദ്ധ പ്രവർത്തകർ ഒരുപാടുണ്ട്, ഒരുപാട് ടീമുകൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. അവിടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്? ഇന്ന് രാവിലെ മുതൽ കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കിട്ടിയിരുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ, കാരണം കുത്തൊഴുക്കുള്ള വെള്ളത്തിലൂടെ അക്കരെ കിടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് എത്തല് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് മുണ്ടക്കൈ എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ എത്തിയ ആള് ഞങ്ങൾ കുറച്ച് ആളുകളാണ്, പിന്നെ നേവി, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, NDRF, കുറച്ച് IRB വോളണ്ടിയേഴ്സ്, കുറച്ച് നാട്ടുകാരായ ആളുകൾക്കാണ് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത്. ആ എത്താൻ കഴിഞ്ഞ ആളുകളും ആ പ്രദേശവാസികളും കൂടിയിട്ടാണ് ഇത്രയും റെസ്റ്റ് നമ്മൾ നടത്തിയത്. അപ്പൊ ബാക്കി നമുക്ക് നാളെ നടത്താൻ കഴിയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ. ഓക്കെ, അവിടെ ഇപ്പൊ ക്യാമ്പുകളിലാണെങ്കിലും ആശുപത്രിയിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആവശ്യങ്ങളാണെങ്കിൽ പോലും എല്ലാം സജ്ജമാണല്ലോ അല്ലെ? ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെടേണ്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഇപ്പൊ ക്യാമ്പിന്റെ കൃത്യമായ വിവരം അറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 7:30-8 മണിയോട് കൂടി പോന്നിട്ടുണ്ട്. ക്യാമ്പിന്റെ കൃത്യമായ വിവരം നമുക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ക്യാമ്പ് സന്ദർശിച്ചിട്ടില്ല. ശരി, നന്ദി ഷഹബാസ് സംസാരിച്ചതിന്.